ദുരന്തബാധിതരുടെ പുനരധിവാസം അതിന് NDRF-ൽ നിന്ന് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 2221 കോടി രൂപ ഗ്രാന്റ് അനുവദിക്കണമെന്ന ആവശ്യം നേരത്തെ ഉന്നയിച്ചതാണ്. അത് ഇപ്പൊ ഞങ്ങൾ കണ്ടപ്പോഴും പ്രധാനമന്ത്രിയുടെ അടുത്ത് ആവർത്തിക്കുകയുണ്ടായി. ഇത് വായ്പയായി കണക്കാക്കരുത്, ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള ഗ്രാന്റായി പരിഗണിക്കണമെന്നാണ് അഭ്യർത്ഥിച്ചത്. അതോടൊപ്പം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനും സാമ്പത്തിക പരിധിയിൽ വരുത്തിയ വെട്ടിക്കുറവ് ഇല്ലാതാക്കുന്നതിനും പ്രധാനമന്ത്രിയുടെ പിന്തുണ വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ കടമെടുപ്പ് ശേഷി പുനഃസ്ഥാപിക്കല്, IGST റിക്കവറി തിരികെ നൽകല്, ബജറ്റിന് പുറത്തെ കടമെടുപ്പിന് ഏർപ്പെടുത്തിയ വെട്ടിക്കുറവ്, ഇവയെല്ലാം മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ GSTPയുടെ 0.5% അധികമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മാത്രമല്ല, ദേശീയപാതയ്ക്കു വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്ന ചെലവിന്റെ 25% സംസ്ഥാനം വഹിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചതിന്റെ ഭാഗമായി സംസ്ഥാനം നൽകിയ പണമുണ്ട്. അതിൽ മറ്റൊരു പരിഗണനയിൽ കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ആ തുക അതൊന്ന് കിഫ്ബി നൽകിയ തുകയാണ്. അപ്പൊ അത് വലിയ തോതിൽ ഇരട്ടപ്രഹരമായി സംസ്ഥാനത്തിന് വരുന്നതാണ്. അതുകൊണ്ട് അതില് ആ തുക എടുക്കുന്നതിന് അനുവദിക്കണം, കടമെടുക്കുന്നതിന് അനുവദിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് ദീർഘകാലമായ കേരളത്തിന്റെ ആവശ്യമാണ്. അത് കോഴിക്കോട് കിനാലൂരില് നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ എയിംസ് സ്ഥാപിക്കുക എന്നുള്ള ആവശ്യം. ഇത് നേരത്തെ എയിംസിന് വേണ്ടി 4 സ്ഥലങ്ങൾ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. അപ്പോ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തോട് പറഞ്ഞു, നിങ്ങള് 4 പറഞ്ഞാൽ ശരിയാവില്ല, ഒരു സ്ഥലം പറയണം. അങ്ങനെയാണ് കോഴിക്കോട് എന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത്. അപ്പോ കോഴിക്കോട് എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി ത്വരിതപ്പെടുത്തണം എന്നതും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എല്ലാ തവണയും കാണുമ്പോൾ ഈ പ്രശ്നം അവതരിപ്പിക്കാറുണ്ട്. അതും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം സംസ്ഥാനത്തിന്റെ
അതിവേഗ നഗരവൽക്കരണം കണക്കിലെടുത്ത് ശാസ്ത്രീയമായ നഗരാസൂത്രണവും ആർക്കിടെക്ചറൽ ഗവേഷണവും ശക്തിപ്പെടുത്തുന്നതിനായി സംസ്ഥാനത്ത് ഒരു സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ SPA സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം, നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ നൽകാനുള്ള കുടിശ്ശികയാണ്. ഈ കുടിശ്ശിക നെല്ല് സംഭരണ സബ്സിഡി, അതാണ് കുടിശ്ശികയാകുന്നത്. അപ്പൊ അത് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കുടിശ്ശികയാക്കുന്നത്. അതുടൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ സാങ്കേതിക പൊരുത്തക്കേടുകൾ കാരണം തടഞ്ഞുവെച്ച 221.5 കോടി, അതേപോലെ ഗതാഗത ചാർജുകളുമായി ബന്ധപ്പെട്ട 257.4 കോടി, ഇതെല്ലാം സംസ്ഥാനത്ത് ലഭിക്കാനുള്ളതാണ്. ഈ തുക കുടിശ്ശികയായത് നെൽകർഷകർക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, സപ്ലൈകോക്കും സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഇവയെല്ലാം സംസ്ഥാനത്തിന്റെ ക്ഷേമത്തിന് മാത്രമല്ല, ദുരിത നിവാരണം, ധനകാര്യ ഫെഡറലിസം, ആരോഗ്യരംഗത്തെ പുരോഗതി, വിദ്യാഭ്യാസ സമത്വം, ഭക്ഷ്യസുരക്ഷ, സുസ്ഥിര നഗരവൽക്കരണം, ഇത്തരം ദേശീയ ലക്ഷ്യങ്ങളുമായി ചേർന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളം നേരിടുന്ന നിലവിലെ ധനഞെരുക്കത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി ആവശ്യപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ നിങ്ങളടുത്ത് വിശദീകരിച്ചതായതുകൊണ്ട് വിശദമായ കാര്യത്തിലേക്ക് കടക്കുന്നില്ല.